ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലം കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതേ ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 125 ml കപ്പാണ് കേട്ടോ. അതിനൊരു 1/4 കപ്പ് പഞ്ചസാര കാരമൽ സിറപ്പാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. അപ്പോൾ അതിപ്പോൾ നല്ലപോലെ ഒന്ന് പതഞ്ഞു വരും. ഈ പതയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കണ്ടോ നല്ലപോലെ ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പഞ്ചസാര എടുത്തേക്കുന്ന അതേ കപ്പിന് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് തെറിച്ച് നമ്മുടെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ദേഹത്തോട്ട് തെറിച്ചൊന്നും വീണിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ നമ്മൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പ് 125 ml കപ്പാണ്. കപ്പിന് 1 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ചെറിയ കഷ്ണം കറുകപ്പട്ടയും ഒരു 3 കഷ്ണം ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 250 ml ഒരു 1.25 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കൊടുത്തു, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതേ ഞാൻ അളവ് കാണിച്ചു തരാം. ഇതേപോലെ 1 സ്പൂണിന് ഈ രീതിയിൽ വേണം നമ്മൾ ബേക്കിംഗ് പൗഡർ എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ വാനില എസൻസിന് പകരം ഞാൻ വാനില പൗഡറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് വാനില പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 2 സ്പൂണ് വാനില പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം വാനില എസൻസ് ഒഴിക്കുന്നവർ ഇതേപോലെ എസൻസ് ഒഴിക്കുന്നവർ മുട്ടയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി പൗഡർ ആയതാണ് കൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൗഡർ നല്ല സ്മെല്ലാണ് വാനിലയുടെ. ഇതിൻ്റെ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈ ഒരു നവംബർ ആകുമ്പോൾ 2 വർഷമായി കാണും ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിതൊരു ഗ്രേപ്പ് ജ്യൂസിനകത്താണ് സോക്ക് ചെയ്ത് വെച്ചത്. നല്ല മണമാണ് കേട്ടോ, ഒരു കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പഴകിയത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. ഇതുണ്ട്, നല്ല കളറുമാണ്, നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2 സ്പൂണ് ഇതേപോലെ നമുക്ക് 2-3 സ്പൂണ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിൽ നിന്നൊരു 2 സ്പൂൺ മാവ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിലോട്ട് ഇത് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഡ്രൈ ഇതൊക്കെ അങ്ങ് താന്നു പോകും. നമ്മുടെ ഈ നട്ട്സ് ഈ സംഭവങ്ങളൊക്കെ അങ്ങ് നമ്മൾ ബാറ്ററിലേക്ക് അങ്ങ് താന്നു പോകും. അങ്ങനെ താന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നനവൊന്നും ഇല്ലാത്തൊരു ബൗളാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ബൗള് ഒട്ടും വെള്ളമയം ഒന്നും ഉണ്ടാകരുത്. ബൗളിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ബൗളായിരിക്കണം.
അപ്പം നമ്മൾ ഇതിലോട്ട് കൂടുതൽ എസൻസും കാര്യങ്ങളും ഒന്നും ഒത്തിരി ഉപയോഗിക്കുന്നില്ല. വാനില എസൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ വാനില പൗഡറാണ് ഇട്ടേക്കുന്നത്. അല്ലാതെ വേണേൽ റം എസൻസും അങ്ങനെ മിക്സഡ് ഫ്രൂട്ട്സ് എസൻസ് അങ്ങനെയുള്ള എസൻസൊക്കെ ചേർക്കാം. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ ബീറ്റ് ചെയ്തത് ഇടയ്ക്ക് ചെറിയൊരു തരി പോലെ കാണുന്നുണ്ട്. അത് നമ്മൾ പഞ്ചസാരയ്ക്കകത്ത് ഗ്രാമ്പൂ ഒക്കെ ഇട്ടില്ലേ, അതിൻ്റെ ചെറിയ തരികളാണ് ചെറുതായിട്ട് കറുത്ത കളറിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്യാരമൽ ചെയ്ത ആ സിറപ്പിലെ അതും കൂടെ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതൊരു 1/4 കപ്പുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ ബട്ടറും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ട നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 ബാച്ചായിട്ട് ഇതേപോലെ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് 2-3 ബാച്ചായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേണ്ട നമ്മുടെ ബാറ്ററി ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചില്ലേ, അത് ഇതേപോലെ ഇട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബീറ്റർ വെച്ച് ഒത്തിരി നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ബാറ്റർ അങ്ങ് ഒത്തിരി താന്നു പോകും. ഇതേണ്ട ഇതേ ഒരു ടിന്ന് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇച്ചിരി പരന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഇതാണ് കൊണ്ട് ഇതേപോലെ ഇച്ചിരി വലിയൊരു ടിന്നാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ വട്ടത്തിലുള്ള ടിന്നില്ലാത്തൊരു ചുറ്റും പാത്രം അങ്ങനെയൊക്കെ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കാം കേട്ടോ. ഞാനിത് ഒത്തിരി പൊങ്ങി വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ടിന്ന് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അതേ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിനകത്തും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതേ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു സമയം ഒരു 50 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 3/4 മണിക്കൂറൊക്കെ വേണ്ടി വരും. പ്ലം കേക്ക് ഇച്ചിരി താമസമാണ് ബേക്ക് ആയി വരാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു 200-ലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി ഒരു 50 മിനിറ്റാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാം. ഇതൊരു 20 മിനിറ്റിന് ശേഷമുള്ളതാണ് കേട്ടോ. അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഞാൻ 50 മിനിറ്റ് വെച്ചെങ്കിൽ ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. വളരെ പെട്ടെന്ന് ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ അതിലും നല്ലൊരു 2 ദിവസം നമ്മളിത് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ സമയത്ത് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് നല്ല സോഫ്റ്റാണ്. ഞാൻ ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെൻ്റെ ദൈവമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒത്തിരി ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വലിയൊരു ടിന്നിൽ ഒഴിച്ച് വെച്ചത്. ഇപ്പോൾ ഒരു വട്ടത്തിലുള്ള ഒരു 6 ഇഞ്ചിൻ്റെയൊക്കെ ടിന്നാണെങ്കിൽ നല്ല പൊങ്ങി നല്ല വലുപ്പമായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുകൊണ്ട് നമ്മളെ കേക്ക് വേണ്ട ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയി കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.